പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ അതിമകത്തായ വിടുതലും പ്രത്യാശയും സകല ജനത്തിന്മേലും ദൈവം അവിടുന്ന് വെളിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് നിന്റെ പ്രശ്നങ്ങളെ ശാന്തമാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. നമ്മളാരും പ്രശ്നങ്ങളില്ലാത്തവരല്ല. നമുക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒന്ന് മാറി ഓരോരോ പ്രശ്നങ്ങൾ നാം തരണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ചിന്തിക്കും ഒരു പ്രശ്നം മാറി ഇനി സമാധാനമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത പ്രശ്നം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നമ്മുടെ പ്രശ്നങ്ങളെ ശാന്തമാക്കുന്ന, നമ്മുടെ പ്രതികൂലങ്ങളെ ശാന്തമാക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമില്ല, എൻ്റെ പ്രശ്നം ആരെക്കൊണ്ടും പരിഹരിക്കാൻ കഴിയുന്നതല്ല, എൻ്റെ പ്രശ്നം എത്ര പ്രാർത്ഥിച്ചാലും മാറുന്നതല്ല, എൻ്റെ പ്രശ്നം വിട്ടൊഴിഞ്ഞുള്ള സമയങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല. ഒന്ന് മാറി ഓരോരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിക്കാല ദൈവാത്മാവിൽ എനിക്ക് ദൂത് വിളിച്ച് പറയാനുള്ളത്, നമ്മുടെ പ്രശ്നങ്ങളെ ശാന്തമാക്കുന്ന ഒരു സർവശക്തനായ ദൈവം. പ്രശ്നം എത്ര പ്രതികൂലമായിക്കോട്ടെ, എത്ര കാഠിന്യമേറിയതായിക്കോട്ടെ, അതിൻ്റെ നടുവിൽ ദൈവം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനാധാരമായിട്ട് തിരുവചനത്തിൽ നിന്ന് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവ അവനെ ഉണർത്തി. ഇവിടെ വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവ് പടകിനകത്ത് ഉണ്ടായിരുന്നു എങ്കിലും ആ പടകിനകത്തേക്ക് തിരമാല അലതല്ലി കയറുവാനിടയായി തുടങ്ങി. കാറ്റ് പ്രതികൂലമായി മാറി. തിരമാല ആഞ്ഞടിച്ചു. പടകിനകത്തേക്ക് വെള്ളം കയറുവാനിടയായി. ആ പടകിനകത്തും വെള്ളം കയറാൻ തുടങ്ങിയ പടകിനകത്തും മുങ്ങാൻ തുടങ്ങിയ പടകിനകത്തും ആരുണ്ടായിരുന്നു? ക്രിസ്തു ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വേളകളിലും ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. വിഷയങ്ങളുടെ നടുവിലെല്ലാം ക്രിസ്തു കാണുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ ഇത്രയും വലിയ വിഷയം വന്നിട്ടും കർത്താവ് കാണുന്നില്ലയോ? കർത്താവ് കേൾക്കുന്നില്ലയോ? കർത്താവ് അറിയുന്നില്ലയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും കർത്താവ് പടകിലുണ്ട്. ഇവിടെ പടകിനകത്ത് കർത്താവുണ്ട്. തിരമാല അടിക്കുമ്പോഴും കോള് മാറി സ്ഥിതിഗതികൾ മാറുമ്പോഴും പടകിനകത്ത് വെള്ളം കയറുമ്പോഴും ആ പടകിനകത്ത് ആരുണ്ട്? കർത്താവുണ്ട്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത, പടകിനകത്ത് കർത്താവ് ഉണ്ടെങ്കിലും ആ കർത്താവിനെ ഉണർത്താതെയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളും ഇങ്ങനെയല്ലേ? പറയുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ കർത്താവിനെ എന്ത് ചെയ്യുന്നില്ല? ഉണർത്തുന്നില്ല. നമ്മൾ പറയാറില്ലേ, കർത്താവിൻ്റെ ഉള്ളിലുണ്ട്,
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഞാൻ കുറവുകൾ ചെയ്യുന്നില്ല, ആരെയും ഞാൻ ഉപദ്രവിക്കുന്നില്ല, ആരോടും ഞാൻ വഴക്കുണ്ടാക്കുന്നില്ല, ആരെയും ഞാൻ ശല്യം ചെയ്യുന്നില്ല, ഞാൻ എല്ലാവരെയും സഹായിക്കുന്നവരാ, ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നവരാ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നിട്ട് എന്തോ നമ്മുടെ പടകിനകത്ത് പലപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്നാകുന്ന പടകിനെ മുക്കാൻ പാകത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ എന്നിട്ട് യേശുവോട് പറയും, നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ നശിച്ച പോകാൻ പാകത്തിന് തിരമാലകൾ ആഞ്ഞടിച്ച് വെള്ളം പടകിൽ കയറി. ഒന്ന് ചിന്തിച്ചു, പലപ്പോഴും പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ തിരമാലകൾ നമ്മെ മുക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ പറയാറില്ലേ, ഇനി നശിച്ചു പോകത്തേ ഉള്ളൂ, ഇനി ഒരു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അതിന് കാരണം എന്താ? യേശു ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു എങ്കിലും പലപ്പോഴും നമ്മൾ ഉണർത്താൻ തയ്യാറാകുന്നില്ല. യേശു ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു എങ്കിലും അവനെ ഉണർത്താൻ തയ്യാറാകാതെ നമ്മുടെ പടക് എന്തുകൊണ്ടിരിക്കുക? മുന്നോട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാ, യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ചിന്ത കർത്താവ് കാണുന്നു എന്ന, നമ്മുടെ പടകിനകത്ത് യേശു ഉണ്ടല്ലോ, യേശു കാണുന്നു എന്ന നമ്മുടെ ചിന്ത. എന്നാൽ കർത്താവ് മയങ്ങിക്കിടക്കുന്ന അവസ്ഥ നമ്മൾ ഉണർത്താതെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിന് പരിഹാരം? കർത്താവ് ഉണരണമെങ്കിൽ നമ്മൾ അവനെ ഉണർത്തണം. കർത്താവിനെ ഉണർത്തണം. അവിടെ പ്രതികൂലം ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോൾ അവനെ എന്ത് ചെയ്തു? ഉണർത്തി. അമരത്ത് തലയണ വെച്ച് കിടന്ന ഉറങ്ങിക്കൊണ്ടിരുന്ന കർത്താവിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ തന്നെ ആരുണ്ട്? നമ്മുടെ മുന്നിൽ തന്നെ ആരുണ്ട് പ്രിയമുള്ളവരെ? കർത്താവ് ഉണ്ടെന്നേ. നമ്മുടെ മുന്നിൽ തന്നെ കർത്താവ് ഉണ്ടെന്നേ. പക്ഷെ പലപ്പോഴും കർത്താവ് നമ്മൾ ഉണർത്തുമോ, നമ്മൾ ആഴത്തിൽ ചെല്ലുമോ എന്ന് കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്ത കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലെന്ന. എന്നാൽ കുഴപ്പമുണ്ട് പ്രിയമുള്ളവരെ. കർത്താവ് മുമ്പിലുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഉണർത്താൻ തയ്യാറാകണം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനെ ഉപയോഗിക്കണമെങ്കിൽ ദിനം പ്രതി നമ്മൾ എന്ത് ചെയ്യണം? മൂർച്ച കൂട്ടുവാനിടയായി തീരണം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി ദിനം പ്രതി എൻ്റെ അടുക്കളയിലുണ്ട്, എൻ്റെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഉപയോഗിക്കണമെങ്കിൽ അതിനെ ദിനം പ്രതി മൂർച്ച കൂട്ടണം എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. കർത്താവിനെ ഉണർത്തണം. ചില പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിനെ നാം ഉണർത്താൻ തയ്യാറാകുമ്പോൾ ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടും. അപ്പൊ പല വിഷയത്തിനും വിടുതലില്ലാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? പടകിനകത്ത് വെള്ളം കയറി മുങ്ങുമാറ് നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ? നാം എത്ര പ്രാർത്ഥിച്ചിട്ടും നാം എത്ര തുഴഞ്ഞിട്ടും ഈ പടക് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ പറയുന്നു കർത്താവ് മുമ്പിലുണ്ടെന്ന്. പക്ഷെ തിരുവചനം പറയുന്നു മുമ്പിലുണ്ടെങ്കിലും അവനെ നാം ഉണർത്താൻ തയ്യാറാകുന്നില്ല. അവനെ ഉണർത്താൻ തയ്യാറാകുന്നു എങ്കിൽ നമ്മുടെ പ്രതികൂലത്തെ അവൻ ശാന്തമാക്കുവാനിടയായിത്തീരും. നമ്മുടെ പ്രശ്നങ്ങളെ അവൻ ശാന്തമാക്കുവാനിടയായിത്തീരും. നമ്മുടെ വിഷയങ്ങളെ അവൻ ശാന്തമാക്കുവാനിടയായിത്തീരും. ഉണർത്തിയ ശിഷ്യന്മാരുടെ മുമ്പിൽ ദൈവാത്മാവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു? ഉണർത്താൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളെ ശാന്തമാക്കുവാനിടയായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല ദൂത് വിളിച്ച് പറയാം, നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുമ്പിൽ യേശു മുമ്പിലുണ്ടെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുകയല്ല, മുന്നോട്ട് തൊഴയല്ല ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ ഞാനാകുന്ന പടകിൽ
ഉണർത്തി അവന് സ്ഥാനം കൊടുത്ത്, അവന് മുഖ്യ സ്ഥാനം കൊടുത്ത് ആമേ ക്രിസ്തുവിനെ ദിനം പ്രതി ഉണർത്താൻ ഞാൻ തയ്യാറാകുമ്പോൾ എന്റെ പ്രശ്നം എന്താണോ, നമ്മുടെ പ്രശ്നം എന്താണോ, ആ പ്രശ്നത്തിന് ദൈവാത്മാവ് ശാന്തത വരുത്തി അത് മുങ്ങുമാറ് പ്രശ്നം കടന്നു വന്നാലും അതിനെ മുക്കിക്കളയത്തക്ക നിലവാരത്തിൽ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ആ പ്രതികൂലത്തെ ദൈവാത്മാവ് ശാന്തമാക്കി നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്റെ പടകിനെ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് എന്റെ നിങ്ങളുടെ മുമ്പിലുള്ളത് എന്ന് മറന്നു പോകാതെ ആ ദൈവത്തെ ഉണർത്തിക്കൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയങ്ങൾക്ക് ശാന്തത വരുത്തട്ടെ, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തരട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.